ഇതിന്റെ വേറൊരു രസമുണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. സിദ്ദിഖും ഞാനും പ്രസാദിനെയും കൂടി വിട്ടത്. അതേ ഒരു പരിപാടിക്ക് എറണാകുളം ടൗൺ ഹാളിൽ ഇവിടെ ആലുവ ടൗൺ ഹാളിൽ പ്രോഗ്രാമിന് പോയി. അപ്പൊ ഇവനും ഞാനും പ്രസാദും കൂടി പോകാനിരുന്ന പ്രോഗ്രാമാണ്. അത് ഇവൻ പറഞ്ഞു 300 രൂപ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ 300 രൂപ എനിക്ക് വരാൻ പറ്റും, ഇവനെന്ത് കല്യാണം എന്തോ വന്നു. അങ്ങനെ ഞാനും പ്രസാദും സിദ്ദിഖും കൂടി പോയി. പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 300 രൂപ പൈസ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ പ്രസാദ് മേടിക്കാൻ ചെന്നു. പ്രസാദ് പോയി പൈസ വാങ്ങിച്ചിട്ട് ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി. പ്രസാദ് എന്ന് വിളിച്ചിട്ട് പ്രസാദ് തന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു. ഒരു കോംപ്ലിമെന്ററി സാധനങ്ങളൊക്കെ തന്നു. ഞാൻ സിദ്ദിഖും മേടിച്ചു, എന്താണെന്നറിയില്ല. അത് മേടിച്ച് ഞങ്ങൾ പുറത്തു വന്ന് റോഡിൽ നോക്കിയിട്ട് പ്രസാദനെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു മറയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 300 രൂപ തരേണ്ട, ഒരു 450 രൂപ കൊടുത്തു. 300 രൂപ തരണ്ട, അതിന് 450 രൂപ കൊടുത്തു. അപ്പൊ അവന് മനസ്സിലായി കണക്ക് കയറ്റിട്ട് തന്നിരിക്കുകയാണല്ലോ. തിരിച്ചു ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവന് ഓടിയത്. ഇന്നത്തെ സ്വഭാവം തന്നെ അന്നും അവനാ പൈസ കൊണ്ട് ഓടിയതാ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ 150 രൂപ വെച്ചിട്ട് പങ്കിട്ടൊക്കെ എടുത്തു. ഹാപ്പിയായി. അന്ന് വൈകുന്നേരം അൻസാർ വന്നിരിക്കുന്നു. എടാ 150 രൂപ എന്റെയാണ്, നിങ്ങൾക്ക് 300 രൂപ എനിക്ക് കമ്മീഷൻ. അവൻ 150 രൂപ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ബിസിനസ് അല്ലേ? ഇന്നിപ്പോ ഇവനോട് ഇവൻ അഭിനയിക്കുന്ന കാശിൽ കുറച്ചൊന്നും ചോദിച്ചു നോക്കി അവൻ അഭിനയിക്കോ? അവൻ ഡയറക്റ്റ് ചെയ്യോ? അപ്പൊ അത് തന്നെയാണ് അന്നത്തെ ഇവൻ മാത്രമല്ല, ഇക്കാര്യത്തിലൊക്കെ ഇവന്റെ കൂട്ടുകാരൊന്നും മോശക്കാരൊന്നല്ല. ഇവന്റെ ഒരു കൂട്ടുകാരന്റെ പേര് പറയണ്ട, സേട്ടുന്റെ വീട്ടില് പ്രോഗ്രാമിന് പോയി. ജഫർ സേട്ടിന്റെ വീട്ടില്. ഇനിയിപ്പോ അവന്റെ ചീത്ത കൂടി നീ കേട്ടോ, പേര് പറയണ്ടെന്ന് പറഞ്ഞാണ്. ഒരു കല്യാണ വീട്ടില് അന്ന് റിസപ്ഷൻ എന്റെ കൂട്ടുകാരന്റെ ഫാദറിന്റെ അനിയന്റെ അല്ല അവന്റെ ബ്രദറിന്റെ കല്യാണമാണ്. ഞാനും നമ്മൾ 3 പേരും ഇതേപോലെ തന്നെ. അന്ന് നമുക്ക് 500 രൂപ തരണം. കല്യാണം വീട് ആയതുകൊണ്ട് നമുക്ക് 500 രൂപ. സേട്ടുവിന്റെ വീടാണ്. അപ്പൊ അങ്ങനെ 500 രൂപ തന്നപ്പോ 750 രൂപ. അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിന്റെ കൂട്ടുകാരനല്ലേ, അവന് അവന്റെ വാപ്പാടെ അടുത്ത് കമ്മീഷൻ അടിച്ചേക്കാണ്. പെങ്ങളുടെ കല്യാണോ വാപ്പ 750 രൂപ വരും. മിണ്ടരുത്, 250 രൂപ എന്റെയാണ്. കൂട്ടുകാരും ഇപ്പൊ ഈ സംഭവം തന്നെ ഒരു സാധാരണക്കാരാണ് ഈ സംഭവം പറയണമെങ്കിൽ ഒരാൾക്കും ചിരിക്കാൻ തോന്നൂല. അപ്പൊ ആ ചിരിക്കാൻ തോന്നുന്ന രീതിയിലാക്കി എടുക്കലാണ് കഴിവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവര് ഡയറക്ടേഴ്സ് ആയത്. അല്ലാത്ത ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിനക്കൊരു കഴിവില്ല. നമുക്ക് ചിരിക്കാൻ പറ്റില്ല. ചിരിച്ച് 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 എന്റെ കല്യാണം വരെ വിറ്റ് കാശാക്കി പോകാൻ. ഇവന്റെ അത് നുണയല്ലല്ലോ. അല്ല, ഇത് തന്നെയാണ് ഓരോ കാര്യവും ഇവന്റെ ഇങ്ങനെ തന്നെയാണ്. ഇവന്റെ കല്യാണത്തിന്റെ അന്ന് ഇവൻ മണവാളനായിട്ട് ഇരിക്കുകയാണ്. ഫുൾ സൂട്ടാണ്, 3 പീസ് സൂട്ട്. 3 പീസ് സൂട്ട് വേർക്കാതിരിക്കാൻ വേണ്ടി നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇവന്റെ കൂട്ടുകാര് അംസ, ജലീല് എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരെല്ലാരും കൂടി ചെന്ന് അൻസാറിന്റെ അടുത്ത് പറയണം, അൻസാറെ നിന്റെ അളിയൻ ഇപ്പൊ വരും, ഒരു വീഡിയോ. അപ്പൊ അന്ന് ഇവന് സിനിമാഭിനയം വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. വീഡിയോ എടുക്കാം, എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് വിളിക്കും, അപ്പൊ നീ വരണം എന്ന് പറഞ്ഞു. കരുനാഗപ്പള്ളി. ഈ അളിയന്റെ അടുത്ത് ചെന്ന് ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞു, അതെ പുതിയാപ്പിളയ്ക്ക് ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം? വയറിന് ചെറിയൊരു അസുഖം, ഇളക്കമുണ്ട്, ഒന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകും. അതിനെന്താ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവിടെ ഈ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെയാണ് സംസാരിക്കും. അപ്പൊ എന്റെ ഭാര്യയുടെ ആങ്ങളുണ്ട് സക്കീർ. അവർ പൊതുവെ ഉറക്കം സംസാരിക്കുന്നവരെ കോട്ടയത്താരും കരുതാപ്പള്ളിക്കാരൊക്കെ. അതിനെന്താ പോയാ പോയി. ഇതൊന്നും ഞാൻ അറിയാമല്ലോ, ഇത് അപ്പുറം നടക്കുന്ന സീനാ. വിളിക്കുന്നു. അപ്പൊ അവിടെ അൻസാർ അപ്പൊ അളിയൻ വന്ന് അളിയ വാ പറഞ്ഞോളൂ. അപ്പൊ ഉടനെ അൻസാർ പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്ത് പൊടി ചെയ്തു. അപ്പൊ അളിയൻ വിചാരിക്കുന്നു ഇയാൾ എന്ത് കക്കൂസെ പോകാൻ വേണ്ടി പൊടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇയാള് ഇതെടുത്തിടും, 3 പീസ് എടുത്തിടും, കൂളിംഗ് ഗ്ലാസ് അവര് പെങ്ങളെ കൊലക്കൂടുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അളിയൻ ചെന്ന് ടോയ്ലറ്റിന്റെ ഡോറ് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ആയിരിക്കും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവന്റെ വിചാരം. അതല്ല നീ വിചാരിച്ച എന്താന്ന് എനിക്ക് ഞാൻ പറയാം. ഒന്നും വിചാരിച്ചിട്ടില്ല. അതിനകത്ത് TV ഒക്കെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തത് അതിനകത്താണെന്ന് പറഞ്ഞിട്ട് അളിയനും കൂടി വാ എന്ന് വിളിച്ചു. അപ്പോഴാണ് അയാൾക്ക് പെങ്ങളെ കൊടുത്തതിൽ അബദ്ധമാണെന്ന് മനസ്സിലായത്.